ഹലോ ഹലോ ഇന്ന് വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകാനുള്ളത്. എൻ്റെ തിരുവാതിരക്ക് ഇട്ട മൈലാഞ്ചി ഒന്നും ഇതുവരെയായിട്ടും പോയിട്ടില്ല. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഫസ്റ്റ് ഞാൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന എന്തോ ഒരു പുട്ടി അടിച്ച് ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കൺസീലർ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കൺസീലർ കൊണ്ട് കൈവച്ചാണ് ഞാൻ ഡാബ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറെ ബ്രഷോ സ്പോഞ്ചോ ഒന്നുമില്ല. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഫേസിൽ. പിന്നെ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ മാത്രമായിട്ടാണ്. ഞാൻ ഐലൈനറിനെക്കാളും കൂടുതൽ കാജലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് കണ്ണിൽ. കുറച്ചും കൂടെ എനിക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാനായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അതാണ്. പിന്നെ ഞാൻ കണ്ണിൽ താഴെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് മസ്കാര വെച്ച് ലാഷൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐബ്രോസ് നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും വരയ്ക്കുമ്പം കുഞ്ഞു പിള്ളേർ പിരിയാൻ എഴുതില്ല അതുപോലെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഐബ്രോസിൽ വലിയ പണി നടത്താൻ പോകാറില്ല. മുടി ഞാൻ അഴിച്ചിടാമെന്നാണ് വെക്കുന്നത്. ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് എടുക്കാം. കൂടുതലും ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. ഞാൻ ലിപ്പ് ഒന്ന് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെയും മേളിലായിട്ട്. ലിപ്പ് ലൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല എൻഹാൻസ് ആയിട്ട് നിൽക്കും. വേറൊരു ഷെയ്ഡും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ്പ് ലൈൻ എപ്പോഴും ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ ലാക്മേയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇത് രണ്ടും കൂടിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല. ഇത് കുറച്ച് കൂടുതൽ ഇടുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രീതിയിൽ. അതിനുശേഷം ഞാനൊരു റെഡ് ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വേറെ ഞാൻ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഹെയർ ഞാൻ ഇങ്ങനെ തന്നെ അഴിച്ചിടാന്നാണ് വെക്കുന്നത്. സാരിയൊക്കെ ഞാൻ ഉടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നെ അശ്വിൻ ഹെൽപ്പ് ചെയ്യാണ് ഫ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ ഈ ഒരു ഓറഞ്ച് പൂക്കൾ വരുന്ന ഒരു കസവ് സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഞാൻ കുറച്ച് ജ്വല്ലറി സെറ്റ് എൻ്റെ ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മാലയും സിമ്പിളായിട്ടുള്ള 2 വളയും കമ്മലും ഇടാമെന്നാണ് ഞാൻ വെക്കുന്നത്. മുടി ഞാൻ അഴിച്ചിടാമെന്നാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ശേഷം ഞാൻ മാല ഇട്ടു. ഈ മാല എനിക്ക് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് ഇട്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 2 വളയാണ് ഇടുന്നത്. 2 കയ്യിലും ഓരോരോ വള വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കമ്മൽ എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നി. അപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് ഈ ഒരു ജിംക്കയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ബൈ.